ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവരും ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്യട്ടെ? റെസ്പോണ്ട് ചെയ്യട്ടോ, എന്നാൽ നമുക്ക് നല്ല രീതിക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാളെ റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ തുടങ്ങാം. ഹാജറ റെസ്പോണ്ട് ചെയ്യുന്നത് കേൾക്കാനില്ല. യെസ് തുടങ്ങാം. ഹാജറ. ഹലോ. ഹലോ. സ്റ്റാർട്ട് ആവട്ടെ? എല്ലാവരും റെഡി അല്ലേ? റെഡി. ഞാൻ റെഡിയാണ്. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ അഞ്ജനയാണ്. ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ അടുത്ത് കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരാനാണ് വന്നേക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഓക്കെ. PPT സ്റ്റാർട്ട് ആക്കാവോ? അപ്പൊ ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ തേർഡ് ഇയർ സൈക്കോളജി അല്ലേ? അതെ. അപ്പോ തേർഡ് ഇയർ ആയപ്പോ നിങ്ങൾക്ക് ഡെസർട്ടേഷന്റെ വർക്കും പ്രൊജക്ടിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ആയോ? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സില്? ഇല്ല, ഒരു ഐഡിയ ഇല്ല. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഓക്കെ. നമ്മളെല്ലാവരും തുടങ്ങുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഒരു സിറ്റുവേഷനിലാവും. നമ്മുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് എടുക്കുക പ്രൊജക്ട് ഒക്കെ. കാരണം അത് നമുക്ക് PGയിൽ പോകുമ്പോഴായാലും അടുത്ത മുകളിലോട്ട് പോകുമ്പോഴായാലും അതിൽ തന്നെ നമുക്ക് വീണ്ടും പ്രൊജക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ സൈക്കോളജി നിങ്ങൾ സ്റ്റാർട്ട് നോക്കിയിരുന്ന മുന്നേ എന്തെങ്കിലുമൊക്കെ? എന്താ കൗൺസിലിംഗ് സൈക്കോളജി സബ്ജക്ട്, തേർഡ് ഇയർ സബ്ജക്ട്? ഇല്ല, ഞാൻ നോക്കിയില്ല. മറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യൂട്ടോ, എന്നാൽ നമുക്ക് നല്ല രീതിക്ക് ക്ലാസ് പോവാം. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജി ആണ്. അതില് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയുടെ ഏറ്റവും ബേസിക്സ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കാരണം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാള് എന്താ സൈക്കോളജി ചോദിച്ചാൽ കൗൺസിലിംഗ് എന്നല്ല പറയാം. നമ്മളോടൊക്കെ നാട്ടുകാരൊക്കെ ചോദിക്കുക എന്താ കൗൺസിലിംഗ് അല്ലേ എടുക്കാൻ പോണേ, വർത്താനം പറയാനല്ലേ പോണേ, അങ്ങനെയൊക്കെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ സാധാ വർത്താനം പറഞ്ഞ് ഓക്കെ ആക്കുന്നതും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസം? അതറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ സംസാരിക്കുന്ന വിഷയങ്ങളല്ല. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കേൾക്കാനാണ്. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറയണം. നമ്മളൊരാള് കേൾക്കുമ്പോ ആളുടെ മനസ്സറിയുമ്പോ എന്താണ് അയാളുടെ സന്തോഷമാണോ സങ്കടമാണോ എന്ന് മനസ്സിലാക്കി അതിന് അയാൾക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ തിരിച്ച് നമ്മളെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് എനിക്കറിയില്ല. നമുക്ക് ഓരോരുത്തരുടെയും കൺസെപ്റ്റ് പറയാം. അപ്പൊ നജ്മയുടെ ഒരു രീതിക്ക് എന്താണ് കൗൺസിലിംഗ് സൈക്കോളജി? നജ്മ വോയിസ് ഒന്ന് ഓണാക്കാവോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് പറയാവോ? കേഹരും പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ പറയാം. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ സംസാരിച്ച് റെഡിയാക്കാന്ന് പറയുമ്പോ അതിലൊരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അതിലൊരു സിസ്റ്റമാറ്റിക് രീതിയോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഒരാളെ അറിഞ്ഞ് മനസ്സിലാക്കി ആൾക്ക് എന്താണ് ആപ്റ്റ് ആണ് അതിനനുസരിച്ച് സ്റ്റെപ്പ് വൈസ് നമ്മൾ ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പേഴ്സൺസും ഡിഫറെന്റ് രീതിയിലാണ് കൊടുക്കേണ്ടത് അല്ലെ? ഇപ്പോ നമുക്കെല്ലാവർക്കും പ്രശ്നം വന്നപ്പോ ഹാജിറയ്ക്ക് തരുന്ന പോലെ ആയിരിക്കില്ല നജ്മയ്ക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ അതുപോലെ ആയിരിക്കില്ല ഷിമുജിത്തയ്ക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ പലർക്കും പല രീതിയിലുള്ള ടൈപ്സ് ആണ്, പല രീതിയിലുള്ള അപ്രോച്ചസ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക കൗൺസിലിംഗ് സൈക്കോളജിയിൽ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സൈക്കോളജിയിലെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഏതൊക്കെ ബ്രാഞ്ചിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അബ്നോർമൽ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. എന്താ കൂടുതൽ കുറച്ചുകൂടി താല്പര്യം ഉള്ള വിഷയം?
കാരണം നിങ്ങൾ എല്ലാവരും ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയി, അത് കഴിഞ്ഞ് PG-ലോട്ട് പോകുമ്പോൾ സ്പെഷ്യലൈസേഷൻ എന്തായാലും എടുക്കേണ്ടതാണ്. എന്താണ് ഇൻട്രസ്റ്റ്? എനിക്ക് കൗൺസിലിംഗ് സൈക്കോളജിനോടാണ്. ഞാൻ ഈ ഒരു സൈക്കോളജി എടുക്കുമ്പോഴേ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് കൗൺസിലിംഗ് സൈക്കോളജി തന്നെയായിരുന്നു. അതെ, കൗൺസിലിംഗ് സൈക്കോളജി പറഞ്ഞാൽ എല്ലാത്തിലും, എല്ലാ ഫീൽഡിലും നിർബന്ധമായും വേണ്ട ഒരു സംഭവം. എല്ലാ സൈക്കോളജി ബ്രാഞ്ചസിലും കൗൺസിലിംഗ്, വിത്തൗട്ട് കൗൺസിലിംഗ് സൈക്കോളജി മുന്നോട്ട് പോവില്ല. അപ്പൊ അതിന്റെ ഒരു ബേസ് നമുക്ക് നന്നായി ഉണ്ടെങ്കിൽ തന്നെ ബാക്കി എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് അതിന്റെ രീതി കുറച്ചുകൂടി പഠിച്ചാൽ മതി. ബാക്കിയുള്ളവരെന്താ വോയിസ് ഓൺ ആക്കാത്തെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എല്ലാവരും ഉള്ളവരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടിക്കാണ്ട് റെസ്പോണ്ട് ചെയ്യോ? എന്തായാലും കുഴപ്പമില്ല, ആൻസർ എന്തായാലും കുഴപ്പമില്ല. നജ്മ ഒന്ന് വോയിസ് ഓൺ ആക്കാവോ? വോയിസ് ഓൺ ആക്കിയാലാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ച് ക്ലാസ് എടുക്കേണ്ടി വരും കേട്ടോ. കൗൺസിലിംഗ് സൈക്കോളജിയില് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ നിങ്ങളുടെ പേപ്പർ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കൗൺസിൽ സൈക്കോളജി പേപ്പർ കണ്ട് BPCC 114 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. അതില് ഓവർവ്യൂ വോയിസ് അറിയാണ്ട് ഓണായതാണോ ഹാജറ? അല്ല, അവര് ആരും ടൈപ്പ് ചെയ്ത് വിട്ടുന്നുണ്ട് നജ്മ എന്ന് പറയുന്നത്. അവർക്ക് വോയിസ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ നോക്കട്ടെ. ടൈപ്പ് ചെയ്തത് കാണുന്നില്ല, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഓവർവ്യൂ സ്ലൈഡ് ഒന്ന് എടുക്കാവോ? ഓവർവ്യൂ 3rd സ്ലൈഡ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു സിലബസിനെ പറ്റി ഐഡിയ ഉണ്ടായാലാണ് എവിടുന്ന് തുടങ്ങണം, ഏത് പഠിക്കണം, ഇങ്ങനത്തെ രീതിയിൽ പോകണം എന്നുള്ളത് പറയാൻ പറ്റും. ഒരു സൈക്കോളജി തുടങ്ങുന്ന പ്രോസസ്സിലൂടെ തന്നെയാണ് നമ്മളൊരു പഠിത്തത്തിന്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. കാരണം സ്റ്റെപ്പ് വൈസ് ആണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, പിന്നെ അങ്ങനെ പോയി പ്രോസസ്സ്, അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ അക്കാഡമിക്സിന്റെ ബുക്കും പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് 5 ബ്ലോക്ക് ആക്കിയിട്ടാണ് നിങ്ങളുടെ സിലബസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാണാണ്ടോ 5 ബ്ലോക്ക്? 5 ബ്ലോക്ക്. 5 ബ്ലോക്കില് ഫസ്റ്റ് എന്തായാലും നമ്മളൊരു സബ്ജക്ട് തുടങ്ങുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെ? അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി ആണ് ഫസ്റ്റത്തെ ബ്ലോക്ക് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ജസ്റ്റ് ഡെഫിനേഷൻ, അതുപോലെ തന്നെ എന്താണ് കൗൺസിലിംഗ് സൈക്കോളജി, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത് വന്നത്, അതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ പ്രോസസ്സ്, ഇപ്പോൾ ഏതൊരു സംഭവത്തിനും ഒരു പ്രോസസ്സിലൂടെയാണ് പോവുക. പ്രത്യേകിച്ച് കൗൺസിലിംഗ് സൈക്കോളജിക്ക് പ്രോസസ് ആണ് അതിന്റെ ബേസ്. പ്രോസസ്സ് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റും. അപ്പൊ ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സിലൂടെ എന്തൊക്കെയാണ്, അതിൽ എന്താണ് വരുന്നത്, എന്താണ് ലിമിറ്റേഷൻസ്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അടുത്ത അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരാളിനെ, ഇപ്പോ ഹാജറ പറഞ്ഞ പോലെ ഒരാള് എന്താണോ, അയാൾക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു അപ്രോച്ച് എന്താണെന്ന് അറിയണമെങ്കിൽ അസസ്മെന്റ് ചെയ്യേണ്ടി വരും, അല്ലെ? നിങ്ങൾ അസസ്മെന്റ് പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അസസ്മെന്റിനെ പറ്റി, സൈക്കോളജിക്കൽ അസസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ഇന്റലിജൻസ് അളക്കാനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, അതൊക്കെ അസസ് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ ഇല്ലേ? ആ ടൂൾസ് കൊണ്ടൊക്കെ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് പേഴ്സൺസും ഡിഫറെന്റ് രീതിക്കുള്ള കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ അസസ്മെന്റ് ടൂൾസിനെ പറ്റിയിട്ടാണ് 3rd ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഫുൾ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളാണ്. നെക്സ്റ്റ് ബ്ലോക്കിൽ എന്ന് പറയുന്നത് തിയററ്റിക്കൽ അപ്രോച്ചസ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ് ആണ്. ഇപ്പൊ കൗൺസിലിംഗിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹാജറ കൗൺസിലിംഗിന് ഒരു ഡെഫിനേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ പലർക്കും പല രീതിയായിരിക്കും കൗൺസിലിംഗിന്റെ ഡെഫിനേഷൻ. അതാണ് അപ്രോച്ചസ് എന്ന് പറഞ്ഞത്. പലരും പല രീതിയിൽ അപ്രോച്ച് ചെയ്യും കൗൺസിലിംഗിനെ.
അപ്പൊ അങ്ങനെ ഒരു 4 അപ്രോച്ചസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കൗൺസിലിംഗിൽ പഠിക്കാനുള്ളത്. നാല് ഒരു എറ ഓഫ് ഇയേഴ്സിൽ വന്ന അപ്രോച്ചസ് ആണ്. ഫസ്റ്റ് എന്തായാലും ഡെഫിനറ്റ്ലി സൈക്കോ ഡൈനാമിക് ആണ് വരുന്നത്. സൈക്കോ ഡൈനാമിക് ആരുടെയാണ്? സൈക്കോ ഡൈനാമിക് മെയിൻലി ആരാ സൈക്കോ ഡൈനാമിക്കിൽ വരുന്നത്? അറിയോ? ഫ്രോയിഡ്, അത് അങ്ങനത്തെ ഫ്രോയിഡിന്റെ അതുപോലെ ചൈൽഡ് കോൺസെൻട്രേഷൻ, ആംഗർ, ഫ്രസ്ട്രേഷൻ, ആ ഒരു രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറഞ്ഞ സംഭവം വന്നേക്കുന്നത്. അപ്പോ അതിലെന്ന് പറയുമ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു അതിൽ പറയുന്നത്, ഒരു 7 years വരെ നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു അനുസരിച്ചാണ് അഡൾട്ട്ഹുഡിലും നമുക്ക് വരാവുന്ന പ്രശ്നങ്ങളൊക്കെ അതൊന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവര് ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് അനലൈസ് ചെയ്തിട്ട് ആ രീതിയിലോട്ട് പോലാണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ചിൽ വരുന്നത്. ഫസ്റ്റ് അതാണ് വരുന്നത്. ഏറ്റവും പഴയ ഒരു അപ്രോച്ചസ് ആണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച്. അതൊന്ന് പലരും അങ്ങനെയല്ല, വേറെ രീതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് അടുത്ത അപ്രോച്ചസും കാര്യങ്ങളും. എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്തായാലും വരുന്നത്, അതിൽ മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ് കാൾ റോബേഴ്സും അബ്രഹാം മാസ്ലോയും. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ അവരെന്താ പറയണേ, നമുക്ക് സോൾവ് ചെയ്യാം, ഒരാൾക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അയാളിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ആ കപ്പാസിറ്റി മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കപ്പാസിറ്റിനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്നാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത്. അതുപോലെ അടുത്ത എന്താ, കൊഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ച്. കൊഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ച് ആണ് ഒരു തേർഡ് റെവല്യൂഷൻ ഓഫ് സൈക്കോളജി ആണ് ബിഹേവിയർ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ കൊഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറിൽ വരുന്നത് ഒരാളുടെ ചിന്താഗതിയിലും പെരുമാറ്റത്തിലും മാറ്റം വരേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അത് ഞാൻ കൗൺസിലിംഗിൽ ഫോർ എക്സാമ്പിൾ ADHD കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ ഇന്റേൺഷിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ ADHD കുട്ടികളെ കാണാം. അവർക്ക് മെയിൻ ആയിട്ട് CBT എന്നാണ് പറയാ. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിക്ക് CBT എന്നാ പറയാ. CBT ആണ് കൊടുക്കുക. CBTയില് ബിഹേവിയർ തെറാപ്പിയാണ് മെയിൻ ആയിട്ട് കൊടുക്കുക. കാരണം വെച്ചാൽ അവരുടെ ബിഹേവിയറിലാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. അല്ലാണ്ട് ഒരു കുട്ടിയുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് കൊഗ്നിറ്റീവ് തെറാപ്പി കൊടുക്കും. അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താണ് വേണ്ടത്. കാരണം ഡിപ്രഷൻ ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ, ഒരാൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടെന്ന് വഹിക്കുക. അപ്പോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഓക്കെ ഞാൻ കാരണമാണ് പ്രശ്നം ഉണ്ടായത്, ഞാനാണ് ഇതിന്റെ കോർ കോസ് എന്നൊക്കെ പറയും. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ സാധാരണ മനുഷ്യന്മാര് എല്ലാം അപ്പുറത്തുള്ള വിലയ്ക്ക് ഇട്ടിട്ട് നമ്മൾ സേഫ് ആക്കാൻ നോക്കുക. നമ്മുടെ ഒരു സെൽഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷെ ഡിപ്രഷൻ ഉള്ളവര് നേരെ തിരിച്ചാണ്. അപ്പൊ ആ ഒരു കൊഗ്നിറ്റീവ് ചിന്താഗതിയുടെ രീതി മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു അപ്രോച്ചസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്ത മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത് അവരെന്താ പറയുക വെച്ചാൽ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രം ഫോളോ ചെയ്ത് പോയാൽ പോരാ. ഓരോ സ്റ്റേജസ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജിയില് മേ ബി ഓരോ അപ്രോച്ചസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. മേ ബി ഒരു ഫസ്റ്റ് തുടക്കത്തിൽ ഒരാള് കൗൺസിലിംഗ് സൈക്കോളജി തുടക്കത്തിൽ വരുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട ഒരു അപ്രോച്ച് അല്ല അയാൾ ഒരു എൻഡിലോട്ട് വരുമ്പോൾ കൊടുക്കേണ്ടി വരും. മേ ബി അയാളുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ മേ ബി ഫസ്റ്റ് ഒരാള് ഡിപ്രഷൻ ആയിട്ട് വന്നു, അപ്പൊ അയാൾക്ക് കോഗ്നിറ്റീവ് തെറാപ്പി കൊടുത്തു, അയാളുടെ ചിന്താഗതിയൊക്കെ മാറ്റി കൊണ്ടുവന്നു. പിന്നെ അയാൾക്ക് വേണ്ടത് അയാളിലുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കൊടുക്കുക. കാരണം അയാൾക്ക് അയാളുടെ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഒരു മോഡേൺ അപ്രോച്ചസ്. ഒരു മിക്സഡ് ഓഫ് അപ്രോച്ചസ് ആണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ പുതിയ വേറെ കുറെ അപ്രോച്ചസും ആ ഒരു രീതിയിൽ മോഡേൺ അപ്രോച്ചസ് വരുന്നത്. അപ്പൊ അതാണ് ബ്ലോക്ക് 2 തിയററ്റിക് അപ്രോച്ചസ് ആൻഡ് റിലേറ്റഡ് തെറാപ്പീസ്. അതാണ് വരുന്നത്. ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല പോവാം. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ബ്ലോക്ക് 3. അപ്പൊ അടുത്ത ഒരു ബ്ലോക്ക് 3യിലാണ്, ബ്ലോക്ക് 3യില് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്. ഒരു കൗൺസിലിംഗ് എന്തായാലും നമ്മൾ തുടങ്ങുമ്പോൾ ചില സ്കിൽസ് നമ്മുടെ കയ്യിൽ വേണം. ഒരു വിത്തിങ് സ്കിൽസ് ആയാലും നമ്മളത് ലേൺ ചെയ്തിട്ട സ്കില്ലായാലും നമുക്കത് വേണം. ഫോർ എക്സാമ്പിൾ എന്താ കുറച്ച് സ്കിൽസ് ഒന്ന് പറയാവോ, കൗൺസിലിംഗിൽ വേണ്ട കുറച്ച് സ്കിൽസ്? ഹജറ സ്കിൽസ് പറയാവോ? നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും. കാരണം നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ വരും കുറച്ച് സ്കിൽസ് ഒക്കെ. ആലോചിച്ച് കൗൺസിലിംഗ് കൊടുക്കുമ്പോ എന്തൊക്കെയാ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം? എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്.
ലിസണിങ് സ്കില്ല് ഇല്ലേ? ലിസണിങ് സ്കില്ല് ഉം. വേണ്ടേ? യെസ്, യെസ്, യെസ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നുണ്ട് ഇല്ലേ? യെസ്, യെസ്. കേട്ടിരിക്കാനുള്ള ഒരു സ്കില്ലാണ് ലിസണിങ് സ്കില്ല്. കാരണം നമ്മുടെ പേഷ്യൻസ് മേ ബി ഇങ്ങനെ കുറേ ഇങ്ങനെ പറയായിരിക്കും. അപ്പൊ അതിന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയായിരിക്കും. അപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ സമയത്ത് എണിച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളത് ലിസൺ ചെയ്ത് ഗുഡ് ലിസണർ ആവണം. ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റൂ. അപ്പൊ പലരും മേ ബി സൈക്കോളജിസ്റ്റ് ആവാന്റെ തന്നെ ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും അല്ലെ? അവരുടെ അടുത്ത് യെസ്. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വന്നിട്ട് പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ പറയും. നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ? പറയാറുണ്ട്. എന്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഗുഡ് ലിസണർ ആണെന്ന് അർത്ഥം. അതെ. അപ്പൊ ഗുഡ് ലിസണർ ആണ് കൗൺസിലിംഗിന്റെ ഏറ്റവും ബെസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. കാരണം നല്ലൊരു ഗുഡ് ലിസണറിന്റെ അടുത്തേ പേഷ്യൻസ് എന്തായാലും വരുള്ളൂ. പേഷ്യൻസിന് ഒരു അറ്റാച്ച്മെന്റ് തോന്നുള്ളൂ. ദേ ആർ ഹിയർഡ് എന്നുള്ള ഒരു ഫീലിങ്സ് വരുള്ളവർക്ക്. അതുപോലെ തന്നെ റാപ്പോ ബിൽഡ് ചെയ്യുക. റാപ്പോ ബിൽഡ് ചെയ്യാൻ എന്താ? അവരായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. അവരൊരു പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്ട്രേഞ്ചറിനോട് ഒരിക്കലും ഒരാൾ ഓപ്പൺ അപ്പ് ചെയ്യില്ല. ഒരു സ്ട്രേഞ്ചർ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും മേ ബി ഒരു ഔട്ട്ലൈൻ പോർഷൻസ് അവർ ഡിസ്ക്രൈബ് ചെയ്താലും ഓപ്പൺ അപ്പ് ചെയ്യില്ല. അപ്പൊ ഒരു റാപ്പ് കൊണ്ടുവരിക. അപ്പൊ റാപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റാപ്പ് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള റാപ്പ് കൊണ്ടുവരാൻ പാടില്ല. പ്രൊഫഷണൽ റാപ്പ് കൊണ്ടുവന്നതിന് ശേഷം അവരെ നോക്കിയാക്കി അവർക്ക് നമ്മളോട് ഓക്കെ ട്രസ്റ്റ്ഫുൾ ആണ് നമ്മൾ എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ ഓപ്പൺ അപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ സ്റ്റക്ക് ചെയ്ത് നിൽക്കും അവരുടെ പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ കുറെ സ്കിൽസ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, അങ്ങനെ കുറെ സ്കിൽസ് നമുക്ക് പഠിക്കാം. അതിൽ എന്തൊക്കെയാ സ്കില്ല് എന്നുള്ളത് ആ ക്ലാസ്സിൽ പഠിക്കാം. അടുത്താണ് കുറച്ച് ടെക്നിക്സ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഇതിൽ തന്നെ വരുന്നതാണ് ആർട്ട് ആൻഡ് പ്ലേ തെറാപ്പി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചെറുതായി നമ്മൾ കളിക്കാനൊക്കെ ഒന്ന് പുറത്ത് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു റിലീഫ് നമുക്ക് കിട്ടുന്നില്ലേ? അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് കൗൺസിലിംഗ് അപ്രോച്ച് ആണ് ആർട്ട് ആൻഡ് പ്ലേ തെറാപ്പിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഡാൻസ് ആൻഡ് ഡ്രാമ തെറാപ്പി. അപ്പോ ഒരു ഡാൻസിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോയിട്ട് ഡാൻസ് തെറാപ്പി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഡാൻസ് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാള്, ആൾക്ക് ഇപ്പൊ ഒരു പ്രശ്നം വന്നു, അപ്പൊ നമ്മൾ ആ ഡാൻസ് തെറാപ്പിയിലൂടെ തന്നെ നമ്മളത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഡാൻസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് അത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഹജ്ര പറഞ്ഞ പോലെ ആൾക്കാർക്ക് എന്താണോ അവരുടെ ഫീൽഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ്രോച്ച്, അവർക്ക് എന്താണ് കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ അടുത്തത് വരുന്നതാണ് ബ്ലോക്ക് 4. ഇപ്പൊ ബ്ലോക്ക് 3 ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. ബ്ലോക്ക് 4 വരുന്നതാണ് ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ ഇൻ കൗൺസിലിംഗ്. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ആയിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാനേക്കാളും കുറച്ചും കൂടി നല്ല സ്പെസിഫിക് ആയിട്ട് അപ്ലൈ ചെയ്യാനാണ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോ എന്താ പറയാ, നമുക്ക് തരുന്ന ഒരു ഇപ്പൊ നിങ്ങളുടെ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് ആയിരിക്കില്ല ഒരു ചൈൽഡിന് കൊടുക്കേണ്ടി വരിക അല്ലെ? ഇപ്പൊ വേണ്ട, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുള്ളവരുണ്ടോ വീട്ടില്? ഉണ്ട്. 2 കുട്ടികളെ 2 പ്രായമാണെങ്കിൽ 2 പേർക്കും 2 രീതിയിലുള്ള കാര്യങ്ങളല്ലേ കൊടുക്കുക, രീതിയിലല്ലേ പെരുമാറുക. ഒരു സംശയമില്ല. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഏജസിനും കാറ്റഗറിക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൗൺസിലിംഗ് അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റത്തെ ആണ് ചൈൽഡ് ആൻഡ് അഡോളസൻസ്. ചൈൽഡ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് എന്ന ഏറ്റവും നമുക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരു ചൈൽഡിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ അവരുടെ അഡൾട്ട്ഹുഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെ? അപ്പൊ നല്ല രീതിക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 90% അവർക്ക് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചൈൽഡിന്റെ അഡോളസൻസിന്റെ കാര്യം. ഒരു അഡൾട്ടിനെ പോയിട്ട് നന്നാക്കണേക്കാളും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഒരു ചൈൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടണ ഒരു ഏരിയ ആണ് ചൈൽഡ് ആൻഡ് അഡോളസൻസ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റും സ്പെഷ്യലൈസേഷനും ചൈൽഡ് സൈക്കോളജിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ചൈൽഡ് സൈക്കോളജി എടുക്കാൻ നോക്കും, ബട്ട് ഡാറ്റ കിട്ടില്ല. ഡാറ്റയുടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രൊജക്ട് ഒക്കെ ചെയ്യണവരൊന്ന് ആലോചിച്ചു ഡാറ്റ കിട്ടണ ടോപ്പിക്സ് എപ്പോഴും സെലക്ട് ചെയ്യുക. അപ്പൊ അഡോളസൻസിൽ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഇതിലാവുമ്പോൾ ഡാറ്റ നമുക്ക് ഒരുപാട് കിട്ടും, അതിനൊരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ ചൈൽഡിൽ ഡാറ്റ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് എത്തിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ചൈൽഡ് സൈക്കോളജി നമ്മൾ ചൈൽഡ് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും എത്തിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നന്നായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ചൈൽഡ് കൗൺസിലിംഗ്. അപ്പൊ അവർക്ക് ഒരു ചെറിയ ട്രോമ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും അവരുടെ ലൈഫ്. കാരണം ഒരു അക്കോർഡിംഗ് ടു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 7 years വരെ
ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അഡൾട്ട്ഹുഡില് ഇമ്പാക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അത്രയും കെയർഫുൾ ആയിട്ട് വേണം ആ കൗൺസിലിംഗിന്റെ രീതികൾ. അടുത്താണ് സ്കൂൾ ആൻഡ് കാരിയർ. സ്കൂളിൽ ഇപ്പൊ നമ്മള് അപ്കമിംഗ് ആയിട്ട് മിക്ക സ്കൂളുകളിലും എഡ്യൂക്കേഷൻ സൈക്കോളജി സ്കൂൾ കൗൺസിലർ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് നിങ്ങളൊരു MSc ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സ്പെഷ്യലൈസേഷൻ PG ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂൾ കൗൺസിലർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്കോപ്പുള്ള ഏരിയ ആണ്. സ്കൂളില് അവർക്ക് വേണ്ട ഇപ്പൊ സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ മാത്രം നോക്കിയാൽ പോരാ, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റൂൾസും ആ ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റുഡൻസിനെയും കൂടിയിട്ട് അവരുടെ ആ രീതിക്ക് നമ്മൾ നോക്കണം. അല്ലാണ്ട് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്റ്റുഡന്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ കരിയർ. ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും ഉണ്ടാവും, തേർഡ് ഇയർ അല്ലേ, അടുത്ത കരിയർ എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ലേ? അപ്പോ ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ കൺഫ്യൂഷൻ ആണ്. നമുക്ക് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും മനസ്സിലാവും അടുത്തത് എന്തെടുക്കും ഞാൻ, എവിടെ പോവും, ഏത് കോളേജിൽ പോവും എന്നുള്ളൊരു സംഭവം വരുമ്പോഴാണ് കരിയർ കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ മെയിൻ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് കപ്പിൾ ആൻഡ് ഫാമിലി തെറാപ്പി. അത് നമ്മുടെ ഒരു മാരേജിന്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് അത്. അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കണം. അതുകൊണ്ട് വർക്ക് പ്ലേസിലുള്ള കൗൺസിലിംഗ് ഇപ്പോ മെയിൻ ആയിട്ട് ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ ഫീൽഡൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, ഓർഗനൈസേഷൻ സൈക്കോളജി ഉണ്ട്. ഇപ്പൊ ക്ലിനിക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എത്തിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളും കുറെ കൂടി MPhil വേണം, PhD വേണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഓർഗനൈസേഷൻ സൈക്കോളജി നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് സ്കോപ്പ് ഉണ്ട്. അബ്രോഡും കാര്യങ്ങളിലൊക്കെ വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ സ്കോപ്പുകളുണ്ട്. അപ്പൊ അവിടുത്തെ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ വർക്കേഴ്സിനെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം അത് മുന്നോട്ട് ആ കൗൺസിലിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അടുത്താണ് സ്പെഷ്യൽ പോപ്പുലേഷൻ. എന്താണ് സ്പെഷ്യൽ പോപ്പുലേഷൻ എന്ന് അറിയോ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഞാൻ പറയാം. HIV പേഷ്യൻസ് ഒക്കെ അറിയോ? ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് വേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ HIV പേഷ്യൻസിന്റെ അടുത്താണ്. കാരണം അവർക്ക് അത്രയും ഡയറക്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവം അവരുടെ ലൈഫിൽ ഇല്ലാണ്ടാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ സാധാരണ ഒരാൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ പോരാ. അവര് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഫുൾ ഡിസ്ട്രോയ്ഡ് ആയിട്ട് നിൽക്കുമായിരിക്കും. അവരുടെ ലൈഫ് എൻഡിങ് സെക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ അവരത് അറിഞ്ഞ സെക്ഷനിലായിരിക്കാം. അതുപോലെ ചില സ്പെഷ്യൽ പോപ്പുലേഷൻസ് ഉണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനും. മേ ബി സൈക്കോളജിസ്റ്റിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ടാബൂസ്, സ്റ്റിഗ്മാസ് ഒക്കെ ഉള്ള ഒരു പോപ്പുലേഷൻസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അതിൻ്റെതായ രീതിയിൽ കൗൺസിലിംഗ്. അപ്പൊ നമ്മൾ ഈ ഏരിയാസ് ഓഫ് കൗൺസിലിംഗ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ നോക്കിയിട്ട് ആ ഒരു ഏരിയയിലോട്ട് പോവാം. കാരണം ചൈൽഡിന്റെ അടുത്ത് ഒട്ടും ഓക്കെ അല്ലാത്ത ഒരാള് ചൈൽഡ് സൈക്കോളജിയിലോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി അത് നിങ്ങൾക്ക് തന്നെ അതൊരു ബേർഡൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒരു ഇതിന്റെ നോളേജ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിനോട് താല്പര്യമില്ലാത്ത ആൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും ബുദ്ധിമുട്ട് വരാം. ഫോർ എക്സാമ്പിൾ ആണ് കാരിയറിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഇത് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഈ കാരിയർ കൗൺസിലിങ്ങോട്ട് പോവുക. അങ്ങനത്തെ നമുക്ക് എന്താണോ സ്കില്ലുള്ളത് ആ സ്കില്ലിന്റെ രീതിക്കുള്ള ഒരു സ്പെഷ്യലൈസേഷനോ ഏരിയാസിലോ നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അതാണ് 4th ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് 5th ബ്ലോക്കിലോട്ട് പോവാം. 5th ബ്ലോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് കണ്ടംപററി ട്രെൻഡ്സ് ആണ്. സൈക്കോളജിയില് ഇപ്പൊ വരുന്ന നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതും ഉള്ളതും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറച്ച് ട്രെൻഡ്സ് ഉണ്ട്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ സമയത്ത് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് അപ്രോച്ചസും കാര്യങ്ങളും. ഫസ്റ്റ് ഇന്ത്യൻ അപ്രോച്ചസ് ടുവേർഡ്സ് കൗൺസിലിംഗ്. ഇന്ത്യക്ക് തന്നെ ഒരു കൗൺസിലിംഗ് അപ്രോച്ച് ഉണ്ട്. കാരണം നമ്മളെ ഇന്ത്യക്കാരെ അപ്രോച്ച് ചെയ്യണത് നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂറോപ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇന്ത്യക്കാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല കൗൺസിലിംഗിൽ. ഇപ്പോ അവിടെ യൂറോപ്യൻസ് ഇപ്പൊ പറയാണ്, അപ്പൊ അവര് പറയാണ് എനിക്ക് എന്താ പറയാ എന്റെ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ ഫാമിലി എന്നെ പ്രഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഞാൻ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ മേ ബി അവിടെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇൻഡിവിജ്വലിനെ പ്രൊമോട്ട് ചെയ്യാനാണ് നോക്കും. ബട്ട് നമ്മുടെ ഇന്ത്യ ജസ്റ്റ് ഓപ്പോസിറ്റ് കളക്ടിവിസ്റ്റിക് കൾച്ചറാണ്. സോ നമ്മളെപ്പോഴും ഫാമിലിനെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരിക. കാരണം ആ ഒരു കളക്ടിവിസ്റ്റിക്കിന്റെയും ഇൻഡിവിജ്വലിസ്റ്റിക്കിന്റെയും ഡിഫറൻസ് നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ അപ്രോച്ചസ് ആണ് ആദ്യത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് വരുന്നത്. പിന്നെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി.
കൗൺസിലിങ്ങും സൈക്കോതെറപ്പി രണ്ടും രണ്ടാണ്. അതിന്റെ ഡിഫറൻസും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ചാപ്റ്ററിന്റെ. നിങ്ങളുടെ ഫുൾ സിലബസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, ഒരു രീതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ഉണ്ടോ ഹാജറ? ഇല്ലില്ല, എനിക്ക് കുഴപ്പമില്ല. ഇനിയും പഠിക്കുമ്പോഴാവുമല്ലോ. പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഏകദേശം ഓരോ ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ ബാക്കിയുള്ളവരൊന്ന് ചോദിക്കാവോ? എനിക്ക് അവർക്ക് ഓണാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ എന്താ ചെയ്യാം? ടെസ്റ്റ് ചെയ്ത് അയക്കാൻ പറയും, അല്ലെങ്കിൽ ഇതയക്കാൻ പറയും, കൈ കാണിക്കാൻ ഒന്ന് പറയും. ഓക്കെ ആണെങ്കിൽ കൈ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാവോ? ഹാൻഡ് റൈസിങ് ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇല്ല, ഡൗട്ട് ഇല്ല. ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ ഒക്കെ നോക്കി വെച്ചോളട്ടെ, കാരണം നമുക്ക് പോകേണ്ടതാണ്, നമുക്ക് പോകേണ്ട ഏരിയാസ് ആണ്. എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇപ്പൊ തന്നെ നോക്കുക. കാരണം MSc പോയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയം പോയി എടുത്തിട്ട് വിഷമിക്കാൻ നിൽക്കരുത്. ഇൻട്രസ്റ്റ് നോക്കുക. ഇൻട്രസ്റ്റ് നോക്കണമെങ്കിൽ അതിനെപ്പറ്റി നന്നായി അറിയാം. അപ്പോ ഈ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞ സംഭവം പഠിച്ചാൽ തന്നെ സൈക്കോളജിയിൽ ഏത് ബ്രാഞ്ചിലോട്ട് നമ്മൾ പോകണം, ഏത് രീതിക്ക് പോകണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് കൗൺസിലിംഗ് സൈക്കോളജി. ബാക്കിയുള്ള അബ്നോർമൽ ആയാലും അതുപോലെ തന്നെ സോഷ്യൽ ആയാലും. ഇപ്പൊ നമുക്ക് ഒരു അബ്നോർമൽ എന്ന് പറയുമ്പോൾ അബ്നോർമലിലോട്ട് പോണവർ മാത്രം അബ്നോർമൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബട്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഏത് ഫീൽഡിലേക്ക് പോണവരായാലും ബേസ് കൗൺസിലിംഗ് വേണം. കൗൺസിലിംഗ് സൈക്കോളജി എപ്പോഴും നിങ്ങൾ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നല്ല മനസ്സിലാക്കി പഠിക്കുക. കാണാണ്ട് കുറെ പഠിച്ചിട്ട് കാര്യമില്ല. കൗൺസിലിംഗ് സൈക്കോളജി മനസ്സിലാക്കി ആ സ്കില്ല് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. വീട്ടിലെ ആൾക്കാരൊക്കെ ഇല്ലേ, വീട്ടിലെ ആൾക്കാരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക, അല്ലെങ്കിൽ ആ സ്കില്ല് എന്തോന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. എനിക്കുള്ള സ്കില്ല് എന്തൊക്കെയാന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും. അപ്പൊ ഹാജർ നല്ല ഗുഡ് ലിസണറാന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് കുറെ ആൾക്കാർ വരുന്നത് അല്ലേ? യെസ്, ഞാനേ ഒരു കോളേജിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ പിന്നെ കുട്ടികളായിട്ട് നല്ല ഇന്ററാക്ഷൻ ഉണ്ട്. ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഇന്ററാക്ഷൻ വരുന്നത് ഫോർ വേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുഡ് ലിസണർ ആണ്, അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്കിൽസ് എപ്പോഴും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിൽസ് ഇനിയിപ്പോ ഇല്ലാത്ത സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. നമുക്ക് കൗൺസിലിംഗ് വേണ്ട കുറെ സ്കിൽസ് ഉണ്ട്, നമുക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ല നിൽക്കാൻ പറ്റില്ല. അതെന്താ ചെയ്യേണ്ടത്? ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്. ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. നമുക്ക് തന്നെ വേണമെങ്കിൽ ഓക്കെ അല്ലാന്ന് പറഞ്ഞ സമയത്ത് നമുക്കൊരു കൗൺസിലിംഗിന് പോവാം. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടുന്ന് കുറച്ച് സ്കിൽസ് നമുക്ക് അവരുടെ നിന്ന് കിട്ടും. എങ്ങനെയാണ് പോകേണ്ട രീതി, അവരെങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? നാളത്തെ ഒന്നും പറഞ്ഞില്ല. നാളെ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്, സിമ്പിൾ ആണ്, ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരിക്കലും കാണാപ്പാഠം പഠിക്കണ്ട. വേണമെങ്കിൽ ആ പ്രോസസ്സിന്റെ ഭാഗം മാത്രം ഒന്ന് പഠിക്കുക, ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക, അത് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ലെവലാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ്, അത് മനസ്സിലാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ ഇനി? അടുത്തെന്താണ്? നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. നല്ലതാണ്. മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി ഉണ്ട്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ തെറാപ്പിയാണ് മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പിയിൽ കുറെ പേർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നല്ല പാട്ട് പാടാനുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക് തെറാപ്പി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് അതില് നിങ്ങൾ റിസർച്ച് ചെയ്ത്
തനിക്ക് പ്രൊജക്ടിന് ടോപ്പിക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൽ ചെയ്തോ, മ്യൂസിക് തെറാപ്പിയിൽ ചെയ്തോ, മ്യൂസിക് എങ്ങനെ അവരുടെ ഇതിൽ ഇമ്പാക്ട് ചെയ്യുന്നു നോക്കാം. ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും എടുത്തിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. പ്ലസ് ഡാറ്റ ശ്രദ്ധിക്കുക. സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റില് ഡാറ്റ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബാക്കിയുള്ള സബ്ജക്ട് പോലെയല്ല, ഡാറ്റ കിട്ടണത് എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, ബാക്കിയൊക്കെ പിന്നെ എളുപ്പമാണ്. മെത്തേഡും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, SPSS പഠിക്കുക. SPSS എങ്ങനെ ചെയ്യേണ്ടത് നോക്കുക. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നില്ലേ ഇപ്പൊ? ഏതാ? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നില്ലേ? എടുത്തില്ലല്ലോ. എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് നോക്കുക. എന്നാലും നമുക്ക് പ്രൊജക്റ്റിലൊക്കെ ഏതൊക്കെ വേണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ക്ലാസ് ഓക്കെ ആയിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? ബോറടിച്ചോ? ഇല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബോറടിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇതില്. സൈക്കോളജി എന്ന് പറഞ്ഞ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴേ മൈൻഡിൽ ആകെയുള്ള ഒരു സാധനം ഈ ഒരു കൗൺസിലിംഗ് എന്നുള്ള സാധനമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കൗൺസിലിംഗ് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലായാലും അബ്രോഡ് ആയാലും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കറക്റ്റ് ആ ഒരു രീതിയിലൂടെ പോവാം. ഇപ്പൊ കൗൺസിലിംഗ് ആണെങ്കിൽ നമുക്ക് RCA ലൈസൻസ് വേണ്ടതാണോ വേണ്ടാത്തതാണോ, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് പോകേണ്ടത് കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ജോബ് സെറ്റ് ആണ്. അബ്രോഡും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. പേടിക്കാനൊന്നും ഇല്ല. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു മിനിറ്റ്. ബാക്കിയുള്ളവരൊന്നും ഇന്ററാക്ട് ചെയ്യാത്ത കാരണം രസമില്ല. അടുത്ത ക്ലാസ് എല്ലാവരും ഇന്ററാക്ട് ചെയ്യാവോ? ഒന്ന് നല്ല രീതിക്ക് പോവാൻ നമുക്ക് സംസാരിച്ച് നിങ്ങളുടെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അടുത്ത ക്ലാസ് മുതല് കറക്റ്റ് വോയിസ് ഒക്കെ ശരിയാക്കിയിട്ട് ഇന്ററാക്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നിങ്ങളുടെ സ്കില്ല് എനിക്കും പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിഞ്ഞ എനിക്കറിയാവുന്ന ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. കാരണം മിക്കവരും അത്യാവശ്യം നല്ല പൊസിഷനിലുള്ളവരാണ്, നല്ല നോളജ് ഉള്ളവരാണ്. ഒരു ഇന്ററാക്ഷൻ സെക്ഷനിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമുക്ക് പോവാം അല്ലെ? ഫ്രണ്ട്സിനോട് അറിയാമെങ്കിൽ ഒന്ന് അവരോട് പറയണേ. ബാക്കിയുള്ളവരോടൊന്നും കൂടി ജോയിൻ ചെയ്യാൻ പറയണേ. ബോറടിപ്പിക്കാണ്ട് ക്ലാസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 നാളെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങള് നോക്കിയിട്ട് വരണേ, ജസ്റ്റ് നോക്കിയിട്ട് വരണേ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു.